ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജാക്ക് എന്ന ബ്രാൻഡിലുള്ള 4 ടൈപ്പ് മെഷീൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. ജസ്റ്റ് ഒരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് F5 എന്നൊരു മോഡലാണ്. ജാക്കിൻ്റെ സിംഗിൾ നീഡിൽ ഡയറക്റ്റ് ഡ്രൈവ് പവർ സേവിങ് ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീനാണ് കേട്ടോ. അതായത് ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ ഒന്നല്ല, ഡയറക്റ്റ് ഡ്രൈവ് ആണ്. അതായത് മോട്ടർ മെഷീൻ്റെ ഹെഡിൽ തന്നെ പിടിപ്പിക്കുന്നത് കൊണ്ടാണ് ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള പ്രത്യേകതകളൊന്നുമില്ല. ഇതിൽ നമുക്ക് ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നമുക്ക് സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം, പിന്നെ നീഡിലിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ LED ലൈറ്റ് വരുന്നുണ്ട്. അത്ര തന്നെയുള്ളൂ. ഒരു നോർമൽ പവർ മെഷീനാണ് ഈ കാണുന്ന ജാക്ക് F5 എന്ന ഒരു മോഡൽ. സാധാരണയുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഈസി ടു യൂസ് ആണ്. വീട്ടിലൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ ഒരു മെഷീൻ 2 മെഷീനൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ബൊട്ടിക്കുകളിലൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ജാക്ക് F5 എന്നുള്ള മോഡൽ. നമ്മുടെ അടുത്ത മോഡൽ ജാക്ക് A2C എന്നൊരു മോഡലാണ്. A2Cയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഓട്ടോമാറ്റിക് ട്രിമ്മിങ് സിസ്റ്റമാണ് കേട്ടോ. അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പെഡൽ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടി താഴെ ചവിട്ടുന്ന പെഡൽ പുറകിലോട്ട് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ നൂല്, ബോബിൻ കേസിലെ നൂലും സൂചിയുടെ നൂലും ഓട്ടോമാറ്റിക്കായിട്ട് ട്രിമ്മായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പീസ് വേറെ കത്രിയോ ട്രിമ്മറൊന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ നൂല് മുറിച്ച് കിട്ടും, അല്ലെങ്കിൽ മുറിഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീൻ്റെ F5ൻ്റെ അതേ പ്രത്യേകതകൾ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് വലുതായിരിക്കും. ആ ഡിസ്പ്ലേയിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും നീഡിൽ പൊസിഷൻ വയ്ക്കാനൊക്കെ. അപ്പോൾ പുതിയതായിട്ട് പവർ മെഷീൻ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒന്നുകൂടെ ഈസി ആയിരിക്കും ഈ മെഷീൻ. ഇതും എല്ലാത്തിലും ഓയിൽ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാത്തത്. ഈ നേരത്തെ പറഞ്ഞ F5ലും ഓയിൽ പമ്പിങ്ങും ഓയിൽ ടാങ്കും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ A2Cൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 6 ലെയർ ജീൻസൊക്കെ സുന്ദരമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് കേട്ടോ. കാരണം ലേറ്റസ്റ്റ് വേർഷൻ മോട്ടറും PCB ആണ് കമ്പനി അതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ വോൾട്ടേജ് കുറച്ച് കുറഞ്ഞാലും, ഇപ്പോൾ 200 താഴെയാണ് നമ്മളുടെ വോൾട്ടേജ് എങ്കിലും അത് സെൻസ് ചെയ്ത് ഒരു പ്രോബ്ലം ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ളൊരു പ്രത്യേകത കൂടി A2Cയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ജാക്ക് ഇറക്കിയ ലേറ്റസ്റ്റ് മോഡലുള്ള മെഷീൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതലും സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നൊരു മെഷീൻ കൂടിയാണ് ജാക്ക് A2C കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇതാണ് ജാക്കിൻ്റെ A4C മെഷീൻ. ഇത്ര നേരം നമ്മൾ പറഞ്ഞ 2 മെഷീനും സിംഗിൾ നീഡിൽ ഡയറക്റ്റ് ഡ്രൈവ് പവർ സേവിങ് ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീനാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മെഷീനാണ് കമ്പ്യൂട്ടറൈസ്ഡ് സൂയിങ് മെഷീൻ. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ്? കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡയറക്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട് മാത്രമല്ല. ഇതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത്, നമ്മൾ A2Cയിലും F5ലും പ്രഷർ ഫുഡ് പൊക്കുന്നത് knee ലിഫ്റ്റർ മുട്ടുകൊണ്ട് ആണ് തള്ളി പൊക്കാറ്. ഇതിൽ നമുക്ക് നമ്മുടെ പെഡൽ പുറകിലോട്ട് ചവിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രഷർ ഫുഡ് ലിഫ്റ്റ് ആവും. അതൊരു സോളിനോയിഡിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കെട്ടിടാനുള്ള സംവിധാനമുണ്ട്. ഫ്രണ്ട് ബാറ്റാക്ക്, എൻഡിങ് ബാറ്റാക്ക് എന്ന് പറയും. തുടക്കത്തിലും അവസാനവും ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ കെട്ടിട്ടോളും. പിന്നെ അത് കൂടാതെ നമുക്ക് ലേബൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്, അതായത് ഒരു 10 സെൻറ്റിമീറ്റർ സ്റ്റിച്ച് വേണമെങ്കിൽ നമ്മൾ ഒരു വട്ടം ചവിട്ടി കഴിഞ്ഞാൽ അത്രയും നീളത്തിലുള്ള സ്റ്റിച്ച്, അല്ലെങ്കിൽ ഒരു 3 സെൻറ്റിമീറ്ററോ നമുക്ക് ലേബലിൻ്റെ വലിപ്പത്തിനുള്ള സ്റ്റിച്ച് അതിൽ ഒറ്റ ചവിട്ടിൽ തന്നെ റെഡിയാവും. പിന്നെ കൂടാതെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള A2Cയിലുള്ള പോലെ തന്നെ ത്രെഡ് ട്രിമ്മിങ് സിസ്റ്റം, പിന്നെ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതും ആ പാനൽ ബോർഡിലാണ്. അതുപോലെ തന്നെ പ്രഷർ ഫുഡിൻ്റെ ഹൈറ്റ് നമുക്ക് ഓൾറെഡി ആ ഒരു പാനൽ ബോർഡിലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ സ്റ്റിച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് സ്റ്റിച്ചിൻ്റെ മേലെ കൂടെ തന്നെ ഓട്ടോമാറ്റിക് മറ്റൊരു സ്റ്റിച്ച് കൂടെ ഫോം ചെയ്ത് വരും. കൂടാതെ നമ്മൾ 5 mm സ്റ്റിച്ച് ലെങ്ത് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഹാഫ് സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ആ ഒരു ബട്ടൺ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ല, നമ്മൾ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഫുള്ളായിട്ട് ഓരോ പോർഷൻ കാണിച്ചു തരാം. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 5 mm ഇട്ട് സ്റ്റിച്ച് ചെയ്തത് 2.5 mm ആയി മാറും. താഴെ പെഡൽ ചവിട്ടിക്കൊണ്ടിരുന്ന് അടിക്കുന്ന സമയത്ത് തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ സ്റ്റിച്ചിൻ്റെ എണ്ണം നേരെ പകുതിയാവും. എനിക്ക് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബാറ്റാക്ക്, എൻഡിങ് ബാറ്റാക്ക്, ഓട്ടോ ട്രിമ്മിങ്, ഓട്ടോ പ്രഷർ ഫുഡ് ലിഫ്റ്റിംഗ്, അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള മെഷീനാണത്. വളരെ ഈസി ടു യൂസ് ആണ്. ഹാഫ് സ്റ്റിച്ച്, സ്ലോ സ്പീഡ്, അങ്ങനെ. പിന്നെ മറ്റൊരു കാര്യം, ഒരു 10-15 ലെയർ ജീൻസിൻ്റെ പീസ് വെച്ച് അടിച്ചാലും നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടും. എക്സ്ട്രാ ഒരു മോട്ടർ കൂടെ ഇതിലുണ്ട് കേട്ടോ. ഇതാണ് ജാക്കിൻ്റെ A5E എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ AMH2 എന്നുള്ളൊരു മോഡലുള്ള മെഷീനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ
ഇത് ഭയങ്കരമായിട്ടുള്ള പവറാണ് ഇതിൻ്റെ മോട്ടറിന്. 2 മോട്ടറാണ് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ A4Cയിലും ഇതുപോലെ അടിയിൽ ഒരു മോട്ടർ വരുന്നുണ്ട്, ഇതിലും അതുപോലെ ഒരു മോട്ടർ വരുന്നുണ്ട്. ഈ മോട്ടറിൻ്റെ സഹായത്തോടു കൂടി പീസിനെ വളരെ കട്ടിയുള്ള പീസ് വന്നാലും അതിനെ കറക്റ്റായി മൂവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഈ മെഷീൻ ഉണ്ട് കേട്ടോ. കണ്ടോ, പുറയിലുള്ള മെഷീനെ അടിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനെയാണ് അത് തിരിച്ച് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. അതുപോലെ സ്റ്റിച്ചിൻ്റെ ക്വാളിറ്റി, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ മെഷീന് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ മെറ്റൽ ഷീറ്റ് അതുപോലെ 10-40 ലെയർ A4 ഷീറ്റ് എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്ത് നോക്കിയതാണ് കമ്പനി. ഈ മെഷീനൊക്കെ കൂടുതലും ഗാർമെൻറ്റ്സ് ഫാക്ടറികളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.